الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار لا الشمس ينبغي لها أن تدرك القمر والليل سابق النهار أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും ഉപദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദൈവികതയും ജീവിതത്തിലൂടെ മനുഷ്യത്തെ പഠിപ്പിക്കുവാൻ അള്ളാഹു നിയോഗിച്ച ജനകോടികളുടെ സ്നേഹനിധിയായ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ മോചനത്തിന്റെ സുന്ദരമായ സന്ദേശമാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ജീവിച്ചു കാണിച്ചു തന്നത്. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. ആ പ്രവാചകന്റെ കൽപ്പനകൾ നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചതാണെങ്കിലും അല്ലെങ്കിലും ആ പ്രവാചകനെ അനുസരിക്കുക, ആ പ്രവാചകന്റെ കൽപ്പനകളെ സ്വീകരിക്കാൻ ബാധ്യതയുള്ളവനാണ് മുസ്ലിം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അന്നബിയുൽ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സത്യവിശ്വാസികൾക്ക് സ്വദേഹങ്ങളെക്കാളും ഏറ്റവും അടുത്ത ആള് പ്രവാചകനാണ്. ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടതിന്റെ മഹത്വത്തെക്കുറിച്ച് എങ്ങനെ സ്നേഹിക്കണമെന്ന് കൃത്യമായി അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. നബിയെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم.
നബിയെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നബിയെ പറഞ്ഞു കൊടുക്കാർക്ക് സമൂഹത്തോട്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അഥവാ അള്ളാഹുവിന്റെ ഇഷ്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പരലോക ജീവിതത്തിന്റെ വിജയം നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ ഒരു മാർഗമേ നിങ്ങൾക്ക് മുമ്പിലുള്ളൂ. എന്ത്? ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യണം. വേറെ ഒരു പ്രവാചകന്മാർക്കും പറയപ്പെട്ടിട്ടില്ലാത്ത വാക്കാണ് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെ, വളരെ അധികാരത്തിന്റെ വാക്കാണ്. ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുക, എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഞാൻ സ്നേഹിച്ച പ്രവാചകനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്നേഹിക്കണം. ഞാൻ ആദരിച്ച പ്രവാചകനെ, ഞാൻ ബഹുമാനിച്ച പ്രവാചകനെ നിങ്ങളും ബഹുമാനിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ, ആ പ്രവാചകൻ എന്തൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ അത് നിങ്ങൾ സ്വീകരിക്കണം. എന്തൊന്ന് ആ പ്രവാചകൻ നിങ്ങളോട് വിരോധിച്ചിട്ടുണ്ടോ ഫഖുദൂഹു, അത് നിങ്ങൾ വെടിയണം. എങ്കിൽ ആ പ്രവാചകനോടുള്ള നിങ്ങളുടെ ഹുബ്ബത യാഥാർത്ഥ്യമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാനും നിങ്ങളും സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകനെ കൃത്യമായി കൊണ്ട് അനുസരിക്കുക എന്നുള്ളതാണ്. ഒന്നാമതായി പ്രിയമുള്ളവരെ, ആ പ്രവാചകനോടുള്ള ഹുബ്ബ് യാഥാർത്ഥ്യമാകണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ആദ്യത്തെ ഗുണം എന്താണെന്നറിയൂ? ആ പ്രവാചകൻ ഏതൊരു കാര്യത്തിനാണോ ഈ ലോകത്തേക്ക് വന്നത് ആ കാര്യത്തെ നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ഈ ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ്. ഇതൊരാളെ മുറുകെ പിടിച്ചാൽ അയാളുടെ ഹുബ്ബുർ റസൂലിന്റെ ഒന്നാമത്തെ ഭാഗം അവിടെ പൂർത്തിയാവുകയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത് തന്നെ തൗഹീദിന് വേണ്ടിയാ. എന്തൊരു ത്യാഗമാണ് 23 കൊല്ലത്തിന്റെ ഇടയിൽ ആ പ്രവാചകൻ സഹിച്ചത്. മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോയത് ആ തൗഹീദിന്റെ സംരക്ഷണത്തിനു വേണ്ടിയാണ്. ആ തൗഹീദ് അംഗീകരിച്ചത് സമൂഹത്തിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് ഒട്ടകത്തിന്റെ ചീഞ്ഞു നാറുന്ന കുടൽമാലകൾ കഴുത്തിൽ സ്വീകരിക്കേണ്ടി വന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോ പ്രവാചകന്റെ ശരീരത്തിലേക്ക് ആളുകൾ കാർക്കിച്ചു തുപ്പാനുള്ള കാരണം ഈ തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിച്ചത് കൊണ്ടാണ്. 23 കൊല്ലം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിൽ അനുഭവിച്ച ത്യാഗവും വേദനയും പ്രിയപ്പെട്ടവരെ ഈ തൗഹീദ് ആളുകളിലേക്ക് എത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ആ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി നമ്മൾ പൂർത്തിയാക്കേണ്ടത് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, ആരാധിക്കപ്പെടാൻ അല്ലാഹുവല്ലാത്ത ഒരാളും ആവശ്യമില്ല. അമ്പിയാക്കള് വേണ്ട, ജാറങ്ങൾ വേണ്ട, തങ്ങന്മാര് വേണ്ട, ബീവിമാര് വേണ്ട, ശൈഖന്മാര് വേണ്ട. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരു അടിമക്ക് ആരാധിക്കപ്പെടാൻ അല്ലാഹ് മാത്രം മതി. ഇതൊരാള് യാഥാർത്ഥ്യമാക്കിയാൽ അയാളെ ഹുബ്ബുർ റസൂലിന്റെ ആദ്യത്തെ റൂട്ട് എന്ത് ചെയ്തു? അയാൾ പൂർത്തീകരിച്ചു. ബാക്കി മുഴുവൻ അല്ലാഹു തആല എന്ത് ചെയ്യുന്ന നിങ്ങൾ നമുക്ക് കഴുകി ശുദ്ധീകരിച്ച് തരും, ഒരാളെ തൗഹീദ് ക്ലിയർ ആണെങ്കിൽ. അതുകൊണ്ട് ആ പ്രവാചകനോട് നമ്മുടെ മനസ്സിൽ മഹബ്ബത്തുണ്ടെങ്കിൽ, ഹുബ്ബുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തൗഹീദിനെ പ്രിയപ്പെട്ടവർ ആദ്യം ക്ലിയർ ആക്കണം. രണ്ടാമതായി പ്രിയപ്പെട്ടവർ നമ്മൾ ചെയ്യേണ്ടത് ആ പ്രവാചകന്റെ സുന്നത്തുകളെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. ജീവിതത്തില് പലതിനോട് നമുക്ക് വല്ലാത്ത ഇഷ്ടങ്ങളുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ഇഷ്ടമാണ്, നമ്മുടെ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ നമുക്ക് ഇഷ്ടമാണ്, സഹോദരങ്ങളോട് നമുക്ക് ഇഷ്ടമുണ്ട്. പലർക്കും ഇഷ്ടങ്ങൾ പല രൂപത്തിലാണ് അല്ലെ. യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളുകൾ, പഠനം ഇഷ്ടപ്പെടുന്ന ആളുകൾ, വാഹനത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. പലതിനോടും അടങ്ങാത്ത സ്നേഹവും താല്പര്യവും നമുക്കുണ്ട്. എങ്കിൽ അതിനേക്കാളൊക്കെ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്.
നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ പ്രിയമുള്ളവരെ എന്നെങ്കിലും ആ പ്രവാചകനെ ഒന്ന് നേരിട്ട് കാണണമെന്ന് നമ്മുടെ മനസ്സാഗ്രഹിച്ചിട്ടുണ്ടോ? ഇസ്ലാമിന്റെ വിമർശകന്മാരും ശത്രുക്കളും പ്രവാചകനെ പരിഹസിക്കുമ്പോ കാർട്ടൂണുകളായും പരിഹാസത്തിന്റെ വാക്കുകളായി കൂരമ്പകളായി സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കുമ്പോ നമ്മുടെ മനസ്സ് എന്തെങ്കിലും വേദനിച്ചു പോയിട്ടുണ്ടോ? അവിടുത്തെ ചരിത്രവും പഠിക്കാൻ, അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ എന്തെങ്കിലും പ്രിയമുള്ളവരെ തയ്യാറായിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് നമ്മുടെ ഉത്തരമെങ്കിൽ നമുക്ക് ആ റസൂലിനോടുള്ള ഹുബ്ബ് അത് യാഥാർത്ഥ്യമായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് ആ പ്രവാചകനെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫവല്ലദീ നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി. അല്ലാഹുവാണ് സത്യം, ഒരാൾക്ക് തന്റെ മാതാപിതാക്കളെക്കാളും അവന്റെ മക്കളെക്കാളും ഇഷ്ടം എന്നോടാകുന്നത് വരെ അവർ വിശ്വാസിയാവുകയില്ല. സ്വന്തം മാതാവിനോടും മക്കളോടുള്ള ഇഷ്ടത്തെക്കാൾ ഇഷ്ടമാരോടാവണം? റസൂലുള്ളാഹിയോടാവണം. എങ്കിൽ അവൻ യഥാർത്ഥ വിശ്വാസിയായിട്ട് മാറിയെന്നാണ് ഖുർആൻ പറയണെന്തോ. ഖുർആൻ പറയാ, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്ക്, ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. നബിയെ പറഞ്ഞു കൊടുക്ക്, പറയുക, നിങ്ങളുടെ പിതാക്കളെക്കാൾ, നിങ്ങളുടെ പുത്രന്മാരെക്കാൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ, മാന്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടം, നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടം, അതിനേക്കാളൊക്കെ നിങ്ങൾക്കതാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, അതിനേക്കാളൊക്കെ ഇഷ്ടം നിങ്ങൾക്ക് അല്ലാഹുവിനോടും അവന്റെ ദൂതനോടും ആകുന്നതുവരെ നിങ്ങളുടെ ഹുബ്ബ് എന്ത് ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവരെ? യാഥാർത്ഥ്യമായിട്ടില്ല. നോക്കൂ നിങ്ങൾ, അല്ലെ, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബം, നമ്മൾ സമ്പാദിച്ച സമ്പാദ്യം, നമ്മുടെ കച്ചവടം, ഇതിനേക്കാളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഇഷ്ടം നിങ്ങൾക്ക് ആരോടാവണം? അള്ളാഹുവിന്റെ റസൂലിനോടാകുന്നത് വരെ നിങ്ങളുടെ ഹുബ്ബ് യാഥാർത്ഥ്യമാകൂലെന്നാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹിയെ അങ്ങേയറ്റം സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ആ സുന്നത്തുകളെ വിട്ടുകാണ്ടുള്ള ഒരു കളി പ്രിയമുള്ളവരെ വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഇഷ്ടത്തിനല്ല, പ്രവാചകന്റെ സുന്നത്തുകൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. കളിയും കച്ചവടവും കല്യാണവും നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങളും മറ്റു ആരാധനകളും നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ റസൂലിനോടുള്ള ഹുബ്ബ് അത് യാഥാർത്ഥ്യമായിട്ടില്ല നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കളവ് പറയുന്നവരാണെങ്കിൽ, മറ്റുള്ളവരെ ട്രോളുന്നവരാണെങ്കിൽ, പ്രയാസപ്പെടുത്തുന്നവരാണ് എങ്കിൽ നമ്മുടെ ഹുബ്ബ് പ്രിയമുള്ളവർ യാഥാർത്ഥ്യമല്ല. പലിശയും കൊള്ളയും കൊലയും തീവ്രവാദ പ്രവർത്തനങ്ങളും ലഹരി ഉപയോഗവുമാണ് നമ്മുടെ ജീവിതമെങ്കിൽ ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ എന്ന് പറയാൻ നമുക്കൊരു അർഹതയില്ല. അതുകൊണ്ട് ആ പ്രവാചകനോടുള്ള സ്നേഹം പ്രിയമുള്ളവരെ അങ്ങേയറ്റത്തെ മര്യാദയോടുകൂടിയാവണം. അതിന് കഴിഞ്ഞ ആഴ്ച, അത് മുമ്പത്തെ ആഴ്ച നമ്മൾ പറഞ്ഞു ആ പ്രവാചകനോട് മഹബത്തുള്ള ആളുകൾ അവിടെ എന്ത് ചെയ്യണം? പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. ധാരാളമായി സ്വലാത്ത് ചൊല്ല. ആ സ്വലാത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ ആ ഖുതുബയിൽ വിശദീകരിച്ചു. പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും ആ നിലക്ക് തന്നെ ചൊല്ലണം. നമ്മൾ പറഞ്ഞു നിസ്കാരത്തിലെ തശഹുദില്, അവസാന തശഹുദില് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്. മയ്യിത്ത് നമസ്കാരത്തിലെ രണ്ടാമത്തെ തക്ബീറിന് ശേഷമുണ്ട്. അതേപോലെ വെള്ളിയാഴ്ച ദിവസം ചൊല്ലാൻ പറഞ്ഞു.
വെള്ളിയാഴ്ച ചൊല്ലാനല്ലേ പറഞ്ഞല്ലേ, അക്കസിറൂന്നാണ്, നിങ്ങൾ ധാരാളമായി ചൊല്ലുക എന്നാണ്, അധികരിപ്പിക്കാനാണ് പറഞ്ഞത്. പോലെ മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ വെള്ളിയാഴ്ച എന്ത് ചെയ്യണം, സ്വലാത്തിന് നമ്മൾ അധികരിപ്പിക്കണം. അതേപോലെയാണ് ജനങ്ങൾ ബാങ്കിന് ശേഷം, ബാങ്കിന്റെ മുമ്പല്ല. ഇമാം ഷാഫി മദ്ഹബിലെ വലിയ പണ്ഡിതന, ഒന്നാം സ്ഥാനത്തുള്ള പണ്ഡിതനാണ് നിങ്ങൾ ഇബ്നു ഹജറുൽ ഹൈതമി. അദ്ദേഹത്തോട് ബാങ്കിന്റെ മുമ്പുള്ള സ്വലാത്തിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയണത് മുഹമ്മദ് ബാങ്കിന്റെ മുമ്പ് ഒരു സ്വലാത്ത് ചൊല്ലുന്നതിനെ സംബന്ധിച്ചോ അതേപോലെ ബാങ്കിന് ശേഷം മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നതിനെ സംബന്ധിച്ചോ ഹദീസുകളിൽ ഒന്നും പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. നമ്മുടെ ഇമാമുകളുടെ അഥവാ ഇമാം ഷാഫിയുടെ കിതാബിലും ഞാൻ ആ വിഷയം കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ രണ്ടു കാര്യങ്ങളിൽ ഒന്നും ആ സ്ഥലത്ത് പ്രത്യേകമായ സുന്നത്തില്ല. അതുകൊണ്ട് സുന്നത്താണ് എന്ന വിശ്വാസത്തോടെ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി പറയാണെന്ത് അല്ലെ, ഷാഫി മദ്ഹബിലെ ഒന്നാം സ്ഥാനത്തുള്ള പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, അതുകൊണ്ട് സുന്നത്താണ് എന്ന വിശ്വാസത്തോടെ ആ പ്രത്യേകമായ സ്ഥലത്ത് അവ രണ്ടും ചെയ്യുന്നവനെ അതിൽ നിന്ന് നിങ്ങൾ തടയണമെന്നാണ്. കാരണം അത് തെളിവില്ലാതെ മതത്തിൽ നിയമമുണ്ടാക്കലാണ്. തെളിവില്ലാതെ മതമുണ്ടാക്കുന്നവനെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾ ശകാരിക്കണം, അതിൽ നിന്ന് അവനെ തടയുകയും ചെയ്യണം എന്നാണ്. വളരെ കൃത്യമാണ്. അപ്പോ പ്രിയമുള്ളവരെ, ബാങ്കിന്റെ മുമ്പല്ല സ്വലാത്ത്, എപ്പോഴാണ്? ബാങ്കിന്റെ ശേഷമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, ഇദാ സമിഅത്തുൽ മുഅദ്ദിൻ, മുഅദ്ദിന് ബാങ്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഫഖൂലു മിസ്ല മാ യഖൂൽ, മുഅദ്ദിന് പറയുന്നത് പോലെ ഏറ്റു പറയണം. മുഅദ്ദിന് പറയുന്നത് പോലെ ഏറ്റു പറയണം. അതിനാണ് നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണത്, മിണ്ടാതിരിക്കണതൊക്കെ അല്ലെ, ബാങ്ക് കൊടുക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കാതിരിക്കണത്. പലപ്പോഴും പല സദസ്സിൽ അമുസ്ലിങ്ങളായ ആളുകൾ വരെ ബാങ്ക് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, ഓരോലെ സംസാരങ്ങളൊക്കെ ഓരോ നിർത്തി വെക്കും. ഒരു മൈക്ക് കെട്ടി പ്രസംഗിക്കുകയാണെങ്കിൽ പോലും മറ്റു മതത്തിലുള്ള ആളുകൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മര്യാദ പാലിക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിം ഉമ്മത്തിലെ പല ആളുകളും ഈ ഒരു വിഷയത്തിൽ അശ്രദ്ധയുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോൾ അപ്പോഴാണ് മൊബൈൽ എടുത്ത് തോണ്ടുക. ഒരു സദസ്സിലെ പ്രസംഗം നടന്നുകൊടുക്കുകയാണ്, അപ്പൊ ബാങ്ക് കൊടുക്കാനായാല് എന്തിനാ നിർത്തുന്നത്, സംസാരിക്കാതിരിക്കാനാണ് നിർത്തുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ആ നിർത്തിയ ഗ്യാപ്പിൽ സംസാരിക്കും. അല്ലെ, ബാങ്കിന് ജവാബ് കൊടുക്കാന്നാണ്, ബാങ്കിന് ജവാബ് കൊടുക്കണം. എന്നിട്ടതാ മൻ സ്വല്ലു അലയ്യ, നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ബാങ്ക് കഴിഞ്ഞാല് സ്വലാത്ത് ചൊല്ല. എന്നിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ പ്രാർത്ഥിക്കണം. അല്ലെ, ആ വസീലയും ഫദീലയും കഴിഞ്ഞ ഖുതുബയിൽ വിശദീകരിച്ചതാണ്. ഇത് പ്രവാചകന് അല്ലെ ഉള്ളൊരു അർഹതയാണ്. അത് നമ്മൾ ആ പ്രവാചകന് വാങ്ങിക്കൊടുക്കണം. അതേപോലെ തന്നെയാണ് നിങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയം അല്ലെ, പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും സ്വലാത്തുണ്ട്. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതി, ഇങ്ങനെ പള്ളി കയറേണ്ടത്. അതേപോലെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ്. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. ഇതൊക്കെ എന്താണ്, പള്ളിയിൽ കയറുമ്പോഴും പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും എന്തുണ്ട്, സ്വലാത്തുകളുണ്ട്. മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ വെച്ച് സ്വലാത്ത് എന്ത് ചെയ്യണം, ചൊല്ലണം. അല്ലെ, സ്വലാത്ത് ചൊല്ലാത്തൊരു സദസ്സാണ് എങ്കിൽ അത് എത്ര ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സാണെങ്കിലും ആ സദസ്സിൽ നമ്മളൊരു കാര്യം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഹംദും സ്വലാത്തും കൊണ്ട് തുടങ്ങണം. അത് ഖുതുബക്ക് മാത്രമൊന്നുമല്ല, ഒരു പ്രഭാഷണം ഒരു വയൽ വെക്കുമ്പോൾ മാത്രമല്ല ഹംദും സ്വലാത്തും ചെയ്യണം. ഏതൊരു മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു മീറ്റിംഗ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം, അതിൽ നമ്മൾ ഹംദും സ്വലാത്ത് കൊണ്ടും തുടങ്ങിയിട്ടേ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ പ്രവാചകൻ പറയണെന്തല്ലോ, ഇല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടം ചെയ്യുന്ന നിങ്ങൾ. അങ്ങനെ ഒരാള് ഹംദും സ്വലാത്തും ചൊല്ലാതെയാണ് തുടങ്ങിയതെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടം ഉണ്ടാവും. ചിലപ്പോ അല്ല എന്ത് ചെയ്യുന്നല്ലോ, ചിലപ്പോ അല്ല പുറത്തു തരും, ചിലപ്പോ അല്ല ശിക്ഷിക്കും ചെയ്യും. എന്താ നമുക്കറിയില്ല. അപ്പൊ അത് ചൊല്ലാതെ ഒരു സദസ്സും പ്രിയമുള്ളവർ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പറഞ്ഞു. മൻ സ്വല്ല അലയ്യ ഹീന യുസ്ബിഹു അശറ വഹീന യുംസി അശറ. രാവിലെ 10 സ്വലാത്തുണ്ട്,
എല്ലാ ദിവസവും പ്രഭാതത്തിൽ 10 സ്വലാത്ത് ചൊല്ല. വഹീന യുംസി അശ്റ, വൈകുന്നേരവും 10 സ്വലാത്ത് ചൊല്ലണം. അദ്റക്തഹു ശഫാഅത്തി യൗമൽ ഖിയാമ, നാളെ പരലോകത്തെ ഖിയാമത്തില് അവന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൾക്ക് ഞാൻ ശഫാഅത്ത് പറയുന്നതാണ്. ഇതൊക്കെ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളും സന്ദർഭങ്ങളുമാണ്. അവിടെ അതേ മഹത്വം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചൊല്ലണം. അതേപോലെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ്, പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പും പ്രാർത്ഥിച്ചതിന് ശേഷവും ഹംദും സ്വലാത്തും കൊണ്ടാണ് പ്രാർത്ഥന തുടങ്ങേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കാത്തൊരു സ്വഹാബിനോട് പ്രവാചകൻ പറഞ്ഞത്, ഹംദും സ്വലാത്തും ചൊല്ലാതെ നേരിട്ട് പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ച സ്വഹാബിനോട് പ്രവാചകൻ പറഞ്ഞെന്തറിയോ, അജില ഹാദ എന്നാണ്, നീ ധൃതി കാണിച്ചു എന്നാണ്, ധൃതി കാണിച്ചു. അപ്പോ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം, ഹംദും സ്വലാത്തും തുടങ്ങിയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം. എന്ത് പ്രാർത്ഥനയും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോഴേ അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രാർത്ഥനയൊക്കെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്തും ഈ സ്വലാത്ത് ചൊല്ലിലെ എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രാർത്ഥനയിലെ 4ൽ 1 ഭാഗം അങ്ങേക്ക് സ്വലാത്തിന് വേണ്ടി മാറ്റി വെക്കട്ടെ എന്നാണ്. 4ൽ 1 ഭാഗം അങ്ങേക്ക് വേണ്ടി മാറ്റി വെക്കട്ടെ എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞെന്താ അറിയോ, അധികരിപ്പിച്ചാൽ നിനക്ക് നല്ലത്. 4ൽ 1 അതിനേക്കാൾ അധികരിപ്പിച്ചാൽ നിനക്ക് നല്ലത്. അത്രേ കഴിയുള്ളെങ്കിൽ അത്ര മതി എന്ന് പറഞ്ഞു. വൈൻ സിദ്ദ വഹുവ ഖൈറുൽ ലക്, അധികരിപ്പിച്ചാൽ നിനക്ക് നല്ലത്, അല്ല അത്രേ കഴിയുള്ളെങ്കിൽ അത് മതിയായിരുന്നു. അപ്പൊ ആ സ്വഹാബി പറയാണ്, എങ്കിൽ എന്റെ പ്രാർത്ഥനയുടെ അധിക ഭാഗവും പകുതി ഭാഗവും പ്രവാചകരെ ഞാൻ എന്ത് ചെയ്യാണ്, അങ്ങേക്ക് സ്വലാത്തിന് വേണ്ടി ഞാൻ മാറ്റിക്കാണ്. അത്രയും പ്രാധാന്യമാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. പലപ്പോഴും നമ്മളെ കുറിച്ച് ആളുകൾ പറയാൻ എന്താ പറയാ, അവർക്ക് സ്വലാത്ത് ഇല്ലാന്നറിയാം, അല്ലെ, അവർക്ക് സ്വലാത്തൊന്നും ഇല്ലാന്നറിയും. അത് എന്തുകൊണ്ടാ വെച്ചാല് അല്ലെ, നമ്മള് പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ അശ്രദ്ധ ഉണ്ട്. ഒരു സദസ്സെന്ന് പ്രിയമുള്ളവരെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ മിനിമം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും പറയണം. ഇതൊരു മുഅ്മിനിന്റെ മര്യാദയാണ്. ഇത് ചൊല്ലാത്ത ഒരാളെ നമ്മൾ പറഞ്ഞു അല്ലെ, അൽ ബഖീൽ, പിശുക്കനാണെന്ന് പ്രവാചകൻ പറഞ്ഞത്. വളരെ പ്രാധാന്യപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ അതിന്റെ ഗൗരവത്തിൽ കാണുക, ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്നവരായിട്ട് നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് സ്നേഹിച്ചതിന്റെ ഒരു അണു അളവ് പോലും ജീവിതത്തിൽ ഇന്നുവരെ ആ പ്രവാചകനെ നമ്മളാരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ഒരിക്കലും ഉമർ പറയാണ്, നബിയെ, എന്നെ കഴിഞ്ഞാൽ മറ്റെന്തിനേക്കാളും എനിക്കിഷ്ടം താങ്കളെയാണെന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ഉമറെ, നിന്റെ ഈമാന് പൂർത്തിയായിട്ടില്ല. ഇല്ല ഉമറെ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം, നിന്നെക്കാളും എന്നെന്ത് ചെയ്യണമെന്നറിയോ. ഉമർ പറഞ്ഞത്, എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം താങ്കളെയാണ്. പ്രവാചകൻ പറഞ്ഞത് ഈമാൻ പൂർത്തിയായിട്ടില്ല. എന്നെ താങ്കളെക്കാളും ഇഷ്ടം ആരോടാവണം? എന്നോടാവണം. അപ്പോഴേ ഹുബ് യാഥാർത്ഥ്യമാകുള്ളൂ. അപ്പൊ ഉമർ പറഞ്ഞു, എങ്കിൽ പ്രവാചകരെ, എന്നെക്കാൾ എനിക്ക് ഇഷ്ടാരെന്നറിയോ, താങ്കളെയാണ്. അൽ ആൻ യാ ഉമർ, ഉമറെ ഇപ്പൊ എന്ത് ചെയ്തറിയോ, ഇപ്പൊ വാജിബ് പൂർത്തിയാക്കിയെന്ന്. ഇപ്പൊ നിന്റെ വാജിബ് നീ എന്ത് ചെയ്തു? പൂർത്തിയാക്കി. ആ സ്നേഹം ഉമറിന് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണെന്ത്? പ്രവാചകന്റെ വഫാത്തിന്റെ സന്ദർഭത്തിൽ അവിടെ കണ്ട കാഴ്ച. അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി എന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സമയമാണ്. ഓരോരുത്തരും അഭിപ്രായങ്ങൾ മാറി മാറി പറയാണ്. ചിലർ പറഞ്ഞു പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്, ചിലർ പറഞ്ഞു ഇല്ല, വഫാത്തായിട്ടില്ല പറഞ്ഞു. ഇത് ഉമർ കേൾക്കാണ്. ഉമർ അപ്പുറത്തുനിന്ന് കേൾക്കാണ്. ഓടി വന്നു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉമർ പറയാണ്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, എന്റെ പ്രവാചകൻ വഫാത്തായി എന്നാരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുന്നതാണ്. എന്റെ പ്രവാചകൻ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കും. കാരണം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്രക്കും ഹുബ്ബായിരുന്നു പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ സ്വഹാബാക്കൾക്ക്. ഉഹുദ് യുദ്ധം ഖാലിദ് ബിൻ വലീദും സൈന്യവും മലയുടെ ബാക്കിലൂടെ പ്രവാചകൻ ആക്രമിക്കാൻ വരുന്നത് കണ്ടിട്ട് എന്റെ പ്രവാചകന് ഒന്നും സംഭവിക്കരുത് എന്ന് കരുതി, അതെന്റെ ജീവൻ പോയിട്ടാണെങ്കിലും ശരിയെന്ന് മനസ്സിലാക്കി ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിലേക്ക് ചാടി വന്നിട്ട് പറയാ, ലഹരി ലഹരി ദൂന ലഹരിക യാ റസൂലല്ലാഹ്, ഖൽബി ഖൽബി ദൂന ഖൽബിക യാ റസൂലല്ലാഹ്. നബിയേ, നിങ്ങളുടെ നെഞ്ചിനു പകരം എന്റെ നെഞ്ചിതാ, നിങ്ങളുടെ ഹൃദയത്തിനു പകരം എന്റെ ഹൃദയമിതാ. പ്രവാചകരെ, നിങ്ങളുടെ കണ്ണിനു പകരം എന്റെ കണ്ണ്, നിങ്ങളുടെ കൈകാലുകൾക്ക് പകരം എന്റെ കൈകാലുകൾ എന്ന് പറഞ്ഞ് ആ പ്രവാചകന്റെ മുന്നിൽ എന്ത് ചെയ്തറിയോ, മുന്നിൽ ആ സ്വഹാബിങ്ങനെ നിലയുറപ്പിക്കാന്. ശത്രുക്കളെയ്യുന്ന ഓരോ അമ്പകളും അദ്ദേഹം തന്റെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി. ചരിത്രത്തിൽ കാണാം 80ഓളം അമ്പകൾ ആ സ്വഹാബിയുടെ ശരീരത്തിൽ വന്ന് തറച്ചു. ഓരോ അമ്പ് തറക്കുമ്പോഴും, ഓരോ അമ്പ് ശരീരത്തിൽ വന്ന് തറക്കുമ്പോഴും ത്വൽഹയോട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ത്വൽഹ, ഒന്ന് മാറിക്കൂടെ, ഒന്ന് മാറിന്നൂടെ, എന്തിനാ ത്വൽഹ ഇങ്ങനെ അമ്പുകൾ ഏറ്റുവാങ്ങുന്നത്? അദ്ദേഹം പറയാണ്, പ്രവാചകരെ, നബിയെ, സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 80ഓളം അമ്പുകൾ വന്ന് തറക്കാണ്. സ്വഹാബി പറയാ, സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ട് എനിക്ക്, ഞാൻ എങ്ങാനും അങ്ങയുടെ മുന്നിൽ നിന്ന് മാറിയാൽ ആ അമ്പുകൾ ഓരോന്നും താങ്കളുടെ ശരീരത്തിൽ വന്ന് തറക്കും, അതെനിക്ക് സഹിക്കാൻ പറ്റൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹത്തെ കുറിച്ച്, മൻ സറഹു വയൻദുറ ഇലാ ഷഹീദിൻ യംശി അലാ വജ്ഹിൽ അർളി ഫൽയൻദുർ ഇലാ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്. ഭൂമിയിലൂടെ നടക്കുന്ന രക്തസാക്ഷിയെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ത്വൽഹയെ നോക്കട്ടെ. അത്ര ഇഷ്ട പ്രവാചകന്റെ സ്വഹാബാക്കൾക്ക്. ഒറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. മഹാനായ ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. പുതിയ മതത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം തയ്യാറായില്ല. ശത്രുക്കളെ വിലങ്ങി വെച്ച് ഹുബൈബിന് വേണ്ടി കുരിശ് തയ്യാറാക്കി. അദ്ദേഹത്തെ കുരിശിൽ ഇങ്ങനെ തറക്കാൻ കൊണ്ടുപോയപ്പോ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അവസാനം എന്തെങ്കിലും ആഗ്രഹമുണ്ടോന്ന് ചോദിക്കുകയാണ്. ഹുബൈബ് പറയാണ്, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം തരണം, 2 റക്അത്ത് നിസ്കരിക്കണം. അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ ശത്രുക്കൾ അദ്ദേഹത്തെ അനുവാദം കൊടുത്തു. അദ്ദേഹം പെട്ടെന്ന് നിസ്കാരം പൂർത്തിയാക്കുകയാണ്. 2 റക്അത്ത് പെട്ടെന്ന് നിസ്കരിച്ചു. അദ്ദേഹം പറയാണ്, മരണത്തോടുള്ള ഭയം കൊണ്ടാണ്, മരണത്തോടുള്ള പേടി കൊണ്ടാണ് ഹുബൈബ് നിസ്കാരം ദീർഘിപ്പിച്ചതെന്ന് നിങ്ങൾ പറയുമെന്ന് ഞാൻ പേടിച്ചു, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എന്റെ നിസ്കാരം പൂർത്തിയാക്കിയതെന്ന്. അദ്ദേഹത്തെ കുരിശിൽ പിടിച്ച് തറക്കാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോ ഹുബൈബെ, നീ ആഗ്രഹിക്കുന്നില്ല, തുഹിബ്ബു അന്ന മുഹമ്മദൻ മക്കാനക്, ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ നീ ആഗ്രഹിക്കുന്നില്ലേ? അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് എന്തറിയോ, വല്ലാഹി മാ അഹബ്ബു ഇന്നി ഫീ അഹ്ലി വവലദി മഅ ആഫിയത്തുദ് ദുനിയ വനഈമുഹാ വയുസാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശൗക. എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നല്ലേ ഈ സ്ഥാനത്ത് പ്രവാചകനാകുന്നത് ഞാൻ ആഗ്രഹിക്കുക? ഒരിക്കലും എനിക്ക് അങ്ങനെ ആഗ്രഹിക്കില്ല. കുരിശിൽ ഇങ്ങനെ തറക്കാണ്. അദ്ദേഹത്തോട് ചോദിക്കണം, ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ നീ ആഗ്രഹിക്കണില്ലേ എന്ന്. അദ്ദേഹം പറയാണ്, എന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത്, അല്ലെ, പ്രവാചകന്റെ കാലില് ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ? അങ്ങനെ ഇഷ്ടപ്പെട്ടു പ്രവാചകന്റെ സ്വഹാബത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ദുനിയാവിലെ അലങ്കാരങ്ങൾക്ക് വേണ്ടി, തന്റെ ഭാര്യയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി, ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, മക്കളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പ്രവാചകന്റെ സുന്നത്തുകൾ നമ്മൾ കാറ്റിൽ പറത്തിക്കളഞ്ഞു. നമ്മളാണോ പ്രിയമുള്ളവരെ ഹുബ്ബ് റസൂൽ വാദിക്കുന്നത്? നമ്മളാണോ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വാദിക്കുന്നത്? ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കാം. ഇന്ന് ജുമുഅക്ക് വന്ന് 2 റക്അത്ത് തഹയ്യത്ത് നമസ്കരിക്കാൻ പോലും നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഹുബ്ബിനെ കുറിച്ച് നമ്മൾ ഗൗരവമായി കൊണ്ടെന്ന് ആലോചിക്കണം.
അതുകൊണ്ട് മനസ്സില് ആ പ്രവാചകനെ സ്നേഹിക്കണം. ഇമാം ഷാഫി നിന്റെ സ്നേഹം അത് സത്യമാണ് എങ്കിൽ നീ എന്ത് ചെയ്യുന്നറിയോ, നീ ആ പ്രവാചകനെ അനുസരിക്കും. ഇല്ലേ നിന്റെ ഹുബ്ബ് എന്തല്ല, അത് പുറത്തേക്ക് മാത്രമേ ഉള്ളൂ, മനസ്സില് നിന്റെ ഹുബ്ബ് യാഥാർത്ഥ്യമായിട്ടില്ല. അതുകൊണ്ട് ആ പ്രവാചകനെ അങ്ങേയറ്റം നമ്മൾ സ്നേഹിക്കുക, പ്രവാചകന്റെ സുന്നത്തുകളെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ ഫോളോ ചെയ്യുക. എത്ര നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും ആ നിസ്സാരമായ സുന്നത്തിനെ പോലും നിസ്സാരവൽക്കരിക്കാതെ അതിന്റെ പ്രാധാന്യത്തിൽ കണ്ട് അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കുന്നവരായി നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിശ്വാസികളിൽ മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും